സൺഡേ ആയിട്ട് പോകുന്നത് 4 മണിക്കാറ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തേണ്ട താമസം ചിന്നിച്ചിതറി ഓടിത്തുടങ്ങി എല്ലാറ്റങ്ങളും. ചേച്ചി ആ ചേച്ചി ചീത്ത പറയും, കുട്ടികൾ അങ്ങോട്ട് കയറാൻ പാടില്ല. ഇവിടെ ടിക്കറ്റിന് 10 രൂപയാണ് കേട്ടോ വരുന്നത്. അത് ചെറിയ പിള്ളേർക്കില്ല, വലിയവർക്ക് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ രസം എന്ന് പറയണത് നമ്മളൊരു നൈറ്റ് ഈവനിങ് ഒക്കെ വരില്ലേ, ഒരു 6 മണി 7 മണി ആ ടൈമൊക്കെ അല്ലേ, ആ ടൈമിലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ കാണുന്ന എല്ലായിടത്തും കാണുന്ന തമ്മിലൊക്കെ നല്ലപോലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അറേഞ്ച്. അവിടെ കണ്ടോ ഓരോ ലവ് ഷേപ്പിൽ ഓരോ സാധനം കാണുന്നില്ലേ, അവിടെ ഒക്കെ ലൈറ്റാണ് ഉണ്ടാവുക. ചെരിഞ്ഞെടുക്കുന്ന താറാവ്. സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലേ അല്ലേ? ഇങ്ങോട്ടൊക്കെ നീ തിരിയയിലിരുന്നിട്ട് തല കറങ്ങട്ടെ നിനക്ക്. കറക്ക് കറക്കങ്ങട്. കറക്ക് കറക്ക്. തസ്നിക്ക് ഇറങ്ങി. വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ്. ഓ വെരി നൈസ്. ഛർദിക്കാൻ വരുന്നുണ്ടോ? കുറച്ച്. നിനക്ക് ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീം വേണ്ടേ? നിനക്ക് ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീം വേണ്ടേ? ചോക്കോബാർ എങ്ങനെയുണ്ട്? ഇഷ്ടായാ? കഴിക്കാറില്ല കേട്ടോ, ചോക്കോബാറിന് കഴിക്കാറ്. അത് കഴിക്കണോ? പിന്നെ ബാക്കിയില്ലേ? അതിനകത്ത് കുട്ടികൾ പാട്ടൊക്കെ ട്രെൻഡ്. അക്കറിയാ കറക്റ്റ് കക്കൂസ് എവിടെയത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ആ കാണുന്ന ഭാഗമല്ലേ, അവിടെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് പോലെ ചെറുതായിട്ടൊരു സംഭവം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. ഞാൻ വന്ന
സ്ഥലം മാറിപ്പോയി. നമുക്ക് ഇപ്പോൾ വന്നത് ഇതിലെയാണ്. കിടക്കേണ്ടിയിരുന്ന സ്ഥലം ഇതിൽ കൂടെ ഒന്ന് കിടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നിറച്ച് ചെളിയാണ്. ഇങ്ങനെ ഇല്ല പാമ്പുണ്ടാണോ. കഴിഞ്ഞ മുൻപ് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താവല്ല നമ്മുടെ ഈ കിളികളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടേ ഈ കാണുന്ന ഭാഗത്തൊക്കെ. ഇപ്പം ഇല്ല. ഇതൊന്നും നമ്മളുടെ ആരുമല്ല കേട്ടോ. ഞാൻ മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയി വരുന്ന സമയത്ത് ഈ കാണുന്ന കുഞ്ഞി കറങ്ങുന്ന ഗേറ്റ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ പൊളിഞ്ഞു പോയി തോന്നുന്നു. ഇപ്പോൾ എടുക്കുന്നുണ്ടാവും. ഈവനിങ് ടൈം ആകുമ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഞാനിപ്പോഴാണ് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കുടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതും തസ്നി കാണിച്ചു തന്നപ്പോൾ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് എക്സ്ട്രാ ചാർജ് കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് വരുന്നത് ബോട്ടിങ്ങിനൊക്കെയാണ് കേട്ടോ. കത്താൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് തന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ഊഞ്ഞാൽ കാര്യങ്ങൾ ഇതുപോലെ തന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇവിടെയും ടിക്കറ്റിന് ചാർജ് വരുന്നത് 10 രൂപയാണ്. രണ്ടും 2 സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം എനിക്ക് ഊഞ്ഞാലാടാൻ പറ്റി. അങ്ങനെ ആടാൻ പറ്റിയപ്പോൾ ആട്ടിത്തരാൻ ആളില്ലാണ്ടായി. അങ്ങനെ തസ്നി കുറച്ച് നേരം ആട്ടി തന്നു കേട്ടോ. അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് നമ്മൾ നേരെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു. പൈനാപ്പിൾ, അതുപോലെ വേറെ ഏതോ ഒരു സാധനം അപ്പുറത്ത് ഇരിക്കുന്നത്.
അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് എന്തോ ഒരു കായാണെന്ന് പറഞ്ഞത്. ശരിക്കും മാങ്ങയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് ആ പൈനാപ്പിളിൻ്റെ അപ്പുറത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. കുറച്ച് ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മാങ്ങ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു. സിധുവിനെ അടി നല്ല മാങ്ങ ഉണ്ടെങ്കിൽ അല്ലല്ലോ അല്ലാതെ അവള് കൊറേ വീഡിയോസ് എടുക്കുന്നു. ഞമ്മളിങ്ങോട്ട് പോണു, ഞമ്മളിങ്ങോട്ട് പോണു. എന്നിട്ട് എന്തിട്ട് നോക്കാൻ ശരി ഏ ആ ഇനി മതി പോവാ, വീട്ടിൽ പോവാ. ഇത്ര നേരം പടല്ലേ ഇരുന്നുണ്ടായിരുന്നു. പോയേ വാ, നടന്ന് നടന്ന് ഇല്ല. പിന്നെ ഇവിടെ വൈകുന്നേരം ടൈമൊക്കെ ആയി. ഏകദേശം ഒരു 5 മണി, 5:30, 6 മണി ആ ടൈം ആവാറാണ് ടൈമിൽ ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കും. ഇപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ആ ഒരു ടൈമിൽ വരുന്ന സമയത്ത് ഇവിടെ പാട്ട് കാര്യങ്ങളൊന്നും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ കക്ഷികളെല്ലാവരും ആ സ്റ്റേജിൽ ചെറിയ എന്താ പറയുക കളിക്കാനൊക്കെ കയറിയെങ്കിലും പാട്ടില്ലാത്തതുകൊണ്ട് അന്നേരം ഇറങ്ങിപ്പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തസ്നിയുടെ മോൻ ഭയങ്കര കളിയാണ്. ഇതാണ് ഏറ്റവും താഴെ മോനാണ് കേട്ടോ തസ്നിയുടെ. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഡാൻസ് തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. ചെറിയ മ്യൂസിക് എവിടെയെങ്കിലും കേട്ടാൽ മതി, അപ്പം തന്നെ അവൻ തുടങ്ങും അവൻ്റെ ഡാൻസ്. തുടങ്ങിയാൽ പിന്നെ നിർത്തുകയും ചെയ്യില്ല. പിടിച്ചവിടുന്ന് വലിച്ചിട്ടാണ് കൊടുന്നത്. അങ്ങനെ അവസാനത്തെ ആ ഒരു പടക്കം പൊട്ടലോട് കൂടെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോവുകയാണ്. അപ്പം ഈ ടൈമായി. അപ്പം ഇനി ഇറങ്ങണം. ഇനി 8 മണിക്ക് ശേഷം നമ്മുടെ ചാവക്കാട് നിന്ന് ബസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.